നമസ്കാരം. CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജയപരാജയങ്ങളാണ് അവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. പണ്ടത്തെ പോലെയല്ല പിണറായി വിജയൻ്റെ അപ്രമാദിത്വം പാർട്ടിക്കുള്ളിൽ അവസാനിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തെരഞ്ഞെടുപ്പിലേറ്റ വൻ പരാജയം മറുപടി പറയാൻ സാധിക്കാതെ പിണറായി വിജയൻ നിശബ്ദനായി ഇരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു ദിവസം മുമ്പ് തന്നെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് തുടക്കമിട്ടു എങ്കിൽ ജി സുധാകരനും അതിൻ്റെ തൊട്ടുപുറകെ ഇപ്പോൾ EP ജയരാജനുമെല്ലാം വിമർശനങ്ങളുമായി രംഗത്ത് വന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിശബ്ദനായിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒരവസരം കിട്ടിയാൽ പിണറായിക്ക് നേരെ തിരിയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ആളുകളാണ് ആരൊക്കെ? ജി സുധാകരനും അതോടൊപ്പം തന്നെ തോമസ് ഐസക്കും ഈ പറയുന്ന LDF-ൻ്റെ കൺവീനർ EP ജയരാജനുമൊക്കെ. ഇനി ഒരു പദവികളും തങ്ങളെ തേടി എത്തില്ല എന്ന ഉത്തമ ബോധ്യമുള്ള 3 ആളുകളാണ് ഇവർ. ഇവർക്ക് പാർട്ടിക്കകത്ത് എന്തും പറയാം. ഇപ്പോഴും പിണറായി വിജയൻ പാർട്ടിക്കുള്ളിൽ അതിശക്തനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. യോജിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടം ഉയർന്നു വന്നാൽ മാത്രമേ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. കേഡർ പാർട്ടിയായ CPM എങ്ങനെ ഇങ്ങനെയായി എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരം പറയാനില്ല. എല്ലാ സഖാക്കന്മാരും ഒഴിഞ്ഞു മാറുകയാണ്. CPM-ന് അകത്തും സർക്കാരിനുള്ളിലും പിണറായി പറയുന്നതാണ് അവസാന വാക്ക് എന്ന നിലയിലേക്കെത്തി. ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ ഒക്കെ എങ്കിൽ തന്നെയും ഏതാനും ചിലർ, ശ്രീ തോമസ് ഐസക്കും ജി സുധാകരനും EP ജയരാജനും പുറമെ മറ്റ് ചില ആളുകളും കൂടെ പിണറായി സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു പരിധിക്കപ്പുറത്തേക്ക് പിണറായി വിജയനെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും മാസപ്പടി കേസിൽ വീണ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA നൽകിയിട്ടുള്ള റിവിഷൻ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് പോയിട്ടുള്ളത്. ഇതൊക്കെ ഈ സംസ്ഥാന കമ്മിറ്റി നടക്കുന്ന സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് വരാൻ ഇടയുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ എത്ര പേർ ധൈര്യപ്പെടും എന്നും സംശയമാണ്. കാരണം പാർട്ടിക്കകത്തും സർക്കാരിനകത്തും അതിശക്തരായി തന്നെ അദ്ദേഹം തുടരുകയാണ്. അറിയാൻ സാധിക്കുന്നത് തിരുവനന്തപുരം ഉൾപ്പെടെ മറ്റു പല ജില്ലാ കമ്മിറ്റികളും പിണറായി വിജയൻ രാജിവെക്കണം, മറ്റൊരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ പിണറായി വിജയൻ ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും പിണറായി വിജയന് ഒരു കഷ്ടകാലം തുടങ്ങി എന്ന് പറയാതിരിക്കാൻ വയ്യ. എഴുതി തള്ളാമെങ്കിലും ജി സുധാകരനും EP ജയരാജനുമൊക്കെ ഇപ്പോഴും ജനപിന്തുണ ഉള്ള നേതാക്കന്മാരാണ്. പ്രത്യേകിച്ച് ജി സുധാകരൻ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറോ അല്ലെങ്കിൽ എന്തിനേറെ പറയുന്നു പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോ ഒക്കെയായി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു നേതാവാണ് ശ്രീ ജി സുധാകരൻ. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് അദ്ദേഹത്തെ കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഒഴിവാക്കാനായിട്ട് ഉണ്ടായിട്ടുള്ള സാഹചര്യം. ഏതായാലും വരും നാളുകൾ പിണറായി വിജയന് അത്ര സുഖകരമായിരിക്കില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഒരുപക്ഷെ അദ്ദേഹം മാറുവാൻ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭരണം മുൻപോട്ട് കൊണ്ടുപോകുവാൻ വളരെ കഷ്ടപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് നമുക്ക് മുമ്പിലുള്ളത്. പെൻഷൻ മുടങ്ങുന്നു, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം വൈകുന്നു, ഒരുപാട് പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളിലൂടെയാണ് ഈ ഗവൺമെൻറ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റൊരു മുഖ്യമന്ത്രി വന്ന് ഈ LDF ഗവൺമെൻറ്റിൻ്റെ മുഖച്ഛായ രക്ഷിച്ചില്ല എങ്കിൽ LDF എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് CPM എന്ന് പറയുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകും എന്ന് പറയാതിരിക്കാൻ വയ്യ.